Hello everyone, welcome to part 3 of MLT Module 1. ഈ ഒരു Module 1 നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്, അതുപോലെ നന്നായി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വന്നത് സ്പെസിമെൻ കളക്ഷനെ പറ്റിയായിരുന്നു. നെക്സ്റ്റ്, ദി ഇമ്പോർട്ടൻസ് ഓഫ് ബാർകോഡിംഗ്. Barcoding is the use of machine-readable codes on specimen labels to uniquely identify samples and link them to patient records. So what's the purpose of barcoding? For accurate identification. നമ്മൾ പറഞ്ഞു പേര് എഴുതി സ്പെസിമെൻ ലാബിൽ ചെയ്യാം, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങൾ. എന്നാൽ പോലും സാമ്യമായിട്ട് വരാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് ആണല്ലേ നമുക്ക് വരാം. അപ്പോൾ മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഒരു കോഡ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ആൻഡ് ഇറ്റ് ഓൾസോ പ്രിവെന്റ് സാമ്പിൾ മിക്സപ്പ്, faster processing, easy tracking, reduced human error, improved laboratory efficiency as well. Next, what are the advantages of barcoding? Unique identification, rapid scanning, reduces transcription errors. Just scan ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും വരുന്നതായിരിക്കും. And improves turnaround time, facilitates automation, enables sample tracking, enhances patient safety as well. Next, what are the components of a barcode label? ഇതുകൊണ്ട് പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാർകോഡിൽ എന്തൊക്കെ വരാം? പേഷ്യന്റ് നെയിം, രജിസ്ട്രേഷൻ നമ്പർ, സാമ്പിൾ നമ്പർ, ടെസ്റ്റ് റിക്വസ്റ്റഡ്, ഡേറ്റ് ഓഫ് ടൈം, ലബോറട്ടറി ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഒരു കോഡിലൂടെ കിട്ടുന്നതായിരിക്കും. ഇനി പലതരം ടൈപ്സ് ഓഫ് ബാർകോഡ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? 1 dimensional 1D വരാം, which is parallel black lines, common in laboratories. 2D വരാം, or QR code, that stores more information, also increasingly used in modern laboratories. അടുത്ത് വരുന്നതാണ് laboratory information system or LIS. That's a computer software used to register patients, generate barcode labels, and also to track samples. So LIS എന്ന് പറഞ്ഞാൽ laboratory information system ആണ്. And it records results, print reports, reduce clerical errors as well. Next are some safety precautions during sample collection. സാമ്പിൾ അല്ലെങ്കിൽ സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ടു വെയർ PPE kit. Okay, you already know. And also about some other universal precautions like treat every specimen as potentially infectious regardless of the patient's diagnosis. നമുക്ക് റിസൾട്ട് കഴിഞ്ഞതിന് ശേഷമേ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് അറിയുള്ളൂ ഒരു പേഷ്യന്റ് whether he is infected with the virus or not. So you should be careful. And next is hand hygiene. നമ്മൾ ഓൾറെഡി ഗ്ലോവ്സ് വെയർ ചെയ്യുന്നുണ്ട്, എന്നാലും അതിനുശേഷം നമ്മൾ കൈ കഴുകണം. ബിഫോർ കളക്ഷൻ ആൻഡ് ആഫ്റ്റർ റിമൂവിംഗ് ഗ്ലോവ്സ് ആൻഡ് ആഫ്റ്റർ ഹാൻഡ്ലിംഗ് സ്പെസിമെൻസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, ഷാർപ്പ് സേഫ്റ്റി. നെവർ റീക്യാപ്പ് നീഡിൽസ്. ഡിസ്പോസ് ഓഫ് നീഡിൽസ് ഇമ്മീഡിയറ്റ്ലി ഇൻ ടു എ വൈറ്റ് പങ്ക്ചർ പ്രൂഫ് ഷാർപ്പ് കണ്ടെയ്നേഴ്സ്. നമ്മൾ സെക്കൻഡ് പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഏതൊക്കെ കളറിൽ ഏതൊക്കെ തരം മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ പങ്ക്ചർ പ്രൂഫ് ആയിട്ടുള്ളതിലാണ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ കണ്ടെയ്നറിലാണ് നമ്മൾ ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഡിസ്പോസ് ചെയ്യുന്നത്. Next, never bend or break needles by hand. കൈ വെച്ചൊന്നും നീഡിൽസ് ഒടിക്കരുത്. Next, avoid specimen contamination where we can use sterile containers. Avoid touching inside of containers. Close lids tightly. Prevent leakage. Next is about spill management while collecting specimens. If a specimen spills, അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് അത് വീഴുകയാണെന്നുണ്ടെങ്കിൽ you should wear PPE kit. Cover with absorbent material, disinfectant with 1% of sodium hypochlorite, dispose of waste according to biomedical waste rules. So these are the precautions if a spill occurs. Next, sample rejection criteria. It's very important part. എന്താണ് sample rejection criteria എന്ന് പറയുന്നത്? A laboratory may reject a specimen if it is അവിടെ ലേബൽഡ് ആയിട്ടോ അല്ലെങ്കിൽ തെറ്റി ലേബൽ ചെയ്തവരായിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ പാടുമോ? ഇല്ല, നമുക്കത് റിജക്ട് ചെയ്യാം. ആ ഒരു കേസിൽ നമുക്ക് റിജക്ട് ചെയ്യാം. ഇപ്പൊ റിജക്ട് ചെയ്യുന്നതിന്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? ലീക്ക് ചെയ്യുന്ന ഒരു ഐറ്റം, അത് നമുക്ക് റിജക്ട് ചെയ്യാം. A broken container, insufficient quantity ആണെങ്കിൽ നമുക്ക് accurate result കിട്ടില്ല. So you can ignore it. Then wrong container, hemolyzed for certain test, clotted when anticoagulated blood is required, improperly stored, delayed transport for time sensitive tesറ്റിനൊക്കെ, then contaminated ആയിട്ടുള്ള ഇത്രയും സ്പെസിമെൻ, ഇത്രയും ടൈപ്സ് ഓഫ് സ്പെസിമെൻസ് എന്ത് ചെയ്യാൻ പാടില്ല? You should reject it. Okay, next. ഇനി നമ്മൾ കളക്ഷൻ പറഞ്ഞു. Next is processing of samples. So what is processing of samples? Sample processing എന്ന് പറയുന്നത് that refers to the steps performed after the specimen collection to prepare it for laboratory analysis. സ്പെസിമെൻ കളക്ട് ചെയ്തതിനു ശേഷം ലബോറട്ടറി അനാലിസിസിന് വേണ്ടി അതിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈമാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്.
ഓക്കെ, ഏതൊക്കെ വരാം. ഫസ്റ്റ് വൺ എന്താണ്, റിസീവിംഗ് ആണല്ലേ പേഷ്യന്റ് നമ്മൾ ആ സ്പെസിമെൻ എടുക്കുന്നത്. സോ വെരിഫൈ ദ പേഷ്യന്റ് ഡീറ്റെയിൽസ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ കളക്ടിങ് ഇറ്റ്. അത് അപ്പൊ തന്നെ നമുക്ക് ലേബൽ ചെയ്ത് വെക്കാം. അടുത്തത് ചെക്ക് ലാബലിംഗ് ഓർ ബാർകോഡ് മാച്ച് വിത്ത് ദ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. രജിസ്ട്രേഷൻ ആണ് അടുത്തത് ചെയ്യേണ്ടത്. എന്താണ്, എന്റെ ഡീറ്റെയിൽസ് ഇൻ ടു ലബോറട്ടറി രജിസ്റ്റർ ഓർ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഓർ LIS. And you can generate or verify barcode if needed. Step 3 is inspection. Correct container use ചെയ്യണം. Adequate quantity ഉണ്ടോ നോക്കുക specimen. Otherwise we cannot get the accurate result. Leakage ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. Hemolysis, clots. Hemolysis in the sense rupture of blood cells. Then expiry of collection tube. ഇത്രയും കാര്യങ്ങളാണ് സ്പെസിമെൻ കളക്ട് ചെയ്തതിന് ശേഷം ഇൻസ്പെക്ട് ചെയ്യാനുള്ളത്. അടുത്തതാണ് സോർട്ടിംഗ്. സോർട്ടിംഗ് വിച്ച് മീൻസ് സെപ്പറേറ്റ് സാമ്പിൾസ് അക്കോർഡിംഗ് ടു ഡിപ്പാർട്ട്മെന്റ്. അതിൻ്റെതായ ഡിപ്പാർട്ട്മെന്റ്, സിറോളജി, അങ്ങനെ പലതരം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ദെൻ ടെസ്റ്റ് ടൈപ്പ് ഏതാണെന്ന് ചെക്ക് ചെയ്ത് അതിനെ സെഗ്രിഗേറ്റ് ചെയ്യുക. ദെൻ പ്രയോറിറ്റി, റൂട്ടീൻ, സ്റ്റേറ്റ്, എമർജൻസി, ഇത്രയും കാര്യങ്ങൾ നോക്കുക. നെക്സ്റ്റ് അടുത്താണ് സെൻട്രിഫ്യൂഗേഷൻ. സോ യൂസ്ഡ് ടു സെപ്പറേറ്റ് സിറം ഫ്രം ബ്ലഡ്, പ്ലാസ്മ ഫ്രം ബ്ലഡ്. സെൻട്രിഫ്യൂജ് നമ്മൾ പറഞ്ഞു എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കുന്നതാണ്. ഇപ്പൊ മാസ്ക് യൂസ് ചെയ്യേണ്ട, എയറോസോൾ ഫോം ചെയ്യാനായിട്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതിന് സെറ്റിൽ ഡൗൺ ആയ ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ ആഫ്റ്റർ സ്റ്റോപ്പിംഗ് ദി സെൻട്രിഫ്യൂജ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ യൂസസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ടു സെപ്പറേറ്റ് കോമ്പോണൻസ് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി. അതാണ് ഒരു സെൻട്രിഫ്യൂജിൽ നടക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് യൂസ് ചെയ്ത് കോമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യും. ഇവിടെ എന്തിനൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത്, സിറം ഫ്രം ബ്ലഡ് ആൻഡ് ഓൾസോ പ്ലാസ്മ ഫ്രം ബ്ലഡ്. അടുത്തത് ബ്ലഡ് കോമ്പോണൻസ് ആഫ്റ്റർ സെൻട്രിഫ്യൂഗേഷൻ. So serum top layer ഉണ്ടായിരിക്കും, that is obtained from clotted blood, and buffy coat, that's a middle layer, consists of WBCs and platelets, then RBC which is forming in the bottom layer. Just ഒന്ന് പഠിച്ചു വെക്കാം. Serum, buffy coat, red blood cells ഏതൊക്കെയാണ് obtained from cord bloods, WBC, platelets, and also from bottom layer consists of RBC. So for anticoagulated blood, കട്ടപിടിക്കാത്ത blood ആണെങ്കിൽ plasma is obtained instead of serum. Next, aliquoting. അലിക്കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് സാമ്പിൾസിന് ഡിഫറെന്റ് പോർഷൻ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ വെച്ചിട്ട് പല ടെസ്റ്റിനിൽ എടുക്കുന്നതിനേക്കാൾ പല പല ടെസ്റ്റിനായിട്ട് പല പല കണ്ടെയ്നേഴ്സിന് സ്മോൾ പോർഷൻ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതിനാണ് അലിക്കോട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടേം ഓർത്ത് വെക്കുക, അലിക്കോട്ടിംഗ്. ആൻഡ് വിച്ച് മീൻസ് ഡിവൈഡിംഗ് എ സാമ്പിൾ ഇൻ ടു സ്മോളർ പോർഷൻസ് ഫോർ ഡിഫറെന്റ് ടെസ്റ്റ് ഓർ സ്റ്റോറേജ് യൂസിങ് സ്റ്റെറൈൽ ലേബൽ ട്യൂബ്സ്. അടുത്താണ് നമുക്ക് സ്റ്റോറേജ്. നമ്മൾ കളക്ട് ചെയ്തു, ഇൻസ്പെക്ട് ചെയ്തു, അതിന് ബാർകോഡ് ജനറേറ്റ് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ ചെയ്തു, അലിക്കോട്ടിംഗ് ചെയ്തു. നെക്സ്റ്റ് ഇസ് അബൌട്ട് സ്റ്റോറേജ്. എങ്ങനെ സ്റ്റോർ ചെയ്യണം നമ്മൾ? കറക്റ്റ് സ്റ്റോറേജ് ഇസ് എസെൻഷ്യൽ. ഹൗ? വിതിൻ ദ റൂം ടെമ്പറേച്ചർ ഓർ റെഫ്രിജറേറ്റർ ഫ്രം 2 to 8 degree സെൽഷ്യസിലാണ്. ആൻഡ് ഫ്രീസർ -20 degree സെൽഷ്യസ്. ഡീപ് ഫ്രീസർ ഷുഡ് ബി -80 degree സെൽഷ്യസ് ഫോർ സ്പെഷ്യലൈസ്ഡ് സാമ്പിൾസ്. ഈ ടെമ്പറേച്ചർ ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. മെഷർമെന്റ്സ്. Next is transportation. Transport should ensure leak-proof containers, biohazard labeling. അതിൻ്റെതായിട്ടുള്ള ഫെസിലിറ്റിക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. Then triple packaging for infectious materials. 3 തവണ കവർ ചെയ്യാം. Temperature maintenance were required and prompt delivery. ടൈം സെൻസിറ്റീവ് ആയിട്ടുള്ള സാമ്പിൾസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് ട്രിപ്പിൾ പാക്കേജിംഗ് സിസ്റ്റം. PSC ചോദിക്കുന്നതാണ് ട്രിപ്പിൾ പാക്കേജിംഗ് സിസ്റ്റം. എന്താണ് ട്രിപ്പിൾ പാക്കേജിംഗ് സിസ്റ്റം? ദാറ്റ്സ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഇൻഫെക്ഷ്യസ് സ്പെസിമെൻസ്. അതിന്റെ കോമ്പോണൻസ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ 3 കണ്ടെയ്നേഴ്സിലാക്കി നമ്മൾ ഇതിനെ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രൈമറി കണ്ടെയ്നറിൽ വരുന്ന ഏതാണ്? ലീക്ക് പ്രൂഫ് സ്പെസിമെൻ ട്യൂബ് ഓർ കണ്ടെയ്നർ ആയിരിക്കും ആദ്യം ഉണ്ടായിരിക്കുന്നത്. സെക്കൻഡ് ആയിട്ട് വരുന്നത് ലീക്ക് പ്രൂഫ് സീൽഡ് കണ്ടെയ്നർ വിത്ത് അബ്സോർബന്റ് മെറ്റീരിയൽ ഇൻ ഇറ്റ്. തേർഡ് ഇസ് ദി ഔട്ടർ കണ്ടെയ്നർ വിച്ച് ഇസ് സ്ട്രോങ് റിജിഡ് ലാബൽ ട്രാൻസ്പോർട്ട് ബോക്സ്. ഓക്കെ, ആദ്യം ഒരു ട്യൂബില് then a leak proof sealed container, next in a strong rigid label transport box. ഇത്രയാണ് ട്രിപ്പിൾ പാക്കേജിംഗിൽ വരുന്നത് സ്പെസിമെനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. അടുത്ത് വരുന്നതാണ് കോൾഡ് ചെയിൻ. Some samples require temperature control during transport, like certain hormones, viral specimens, vaccines, general cold chain culture. Cold chain prevents deterioration and maintains specimen quality. അപ്പം അതിന്റെ ഒരു ടെമ്പറേച്ചറിൽ അത് നിർത്തണം. Then what is chain of custody? Chain of custody is used mainly for forensic specimens, medico-legal cases, and drug testing. So that maintains a documented record of everyone who handled the specimen. That is known as chain of custody. Next, common errors in sample collection. In the common errors വരാം. Pre-analytical errors വരാം. Most common ആയിട്ട് വരുന്നതാണ് wrong patient ആയിരിക്കാം. ചിലപ്പോൾ wrong tube, wrong label, inadequate sample, hemolysis. എന്തൊക്കെ നമ്മൾ റിജക്ട് ചെയ്യണം എന്നുള്ള ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ്. Then delayed transport for
time sensitive, improper storage, contamination. So most laboratory errors occur in the pre-analytical phase. 19, quality control in sample collection. എന്താണ് QC in sample collection. We need to follow the SOPs, which is the standard operating procedures. നമ്മൾ ഒരുപാട് procedures so far we have discussed. So yeah, proper patient identification should be the correct labeling ഉണ്ട്. ഇതൊക്കെ അതിന്റെ quality checkന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. Adequate sample volume, timely transport, correct storage, staff training, regular audits of specimens. Yeah. Next comes biosafety during sample processing. Sample process ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. Wear PPE, avoid aerosol generation, centrifugation ഒക്കെ ടൈമിൽ aerosol ഫോം ചെയ്യാൻ റിസ്ക് വരുന്നുണ്ട് ആ ടൈമിൽ. Then use biosafety cabinets or fume hood. നമ്മൾ ആദ്യത്തെ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിരുന്നു for high risk specimens. Never mouth to pitch directly. Then decontaminate work surfaces with disinfectants. Dispose of biomedical waste correctly. So you know the procedure already. Wash hands after work and before leaving the laboratory as well. Next, we already discussed biomedical waste management through different containers. So you can just go through it. So what are the advantages of proper sampling process? Adequate volume and time sensitive ആയത് പെട്ടെന്ന് ചെയ്യണമെന്നൊക്കെ നമ്മൾ അറിഞ്ഞു. ഇതൊക്കെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? To get accurate result, faster reporting, reduced repeat sampling, better patient care, improved laboratory efficiency, and also reduced laboratory errors as well. Okay. അടുത്തൊരു സിലബസിലുള്ള പാർട്ടിലേക്ക് കടക്കാണ്. Common instruments used in laboratories like incubators, centrifuge, semi-auto analyzer, chlorimeter, micropipettes, etc. ഇത്ര ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ is incubator. കേട്ടിട്ടുണ്ടായിരിക്കില്ല നമ്മൾ ഇൻക്യുബേറ്റർ എന്നുള്ളത്. So an incubator is a laboratory instrument used to maintain a constant temperature for the growth and incubation of microorganisms, cell structures and biochemical reactions. ഒരു certain amount of temperature കൊടുത്ത് അതിനെ ലൈവിലായി വെക്കാൻ എന്തിനൊക്കെ മൈക്രോ ഓർഗാനിസം ആവാം, സെൽ സ്ട്രക്ചറിനെ ആയിരിക്കും, അല്ലെങ്കിൽ ബയോകെമിക്കൽ റിയാക്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് അതിന്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. Okay. So what's the principle for incubating? So that works on the principle of thermostatic temperature control. Thermostatic temperature control ആണ് ഇൻക്യുബേറ്റർ വർക്ക് ചെയ്യുന്നത്. പഠിച്ചു വെക്കാം. അതെന്ത് പ്രിൻസിപ്പിൾ ആണല്ലോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. A thermostat senses the temperature and automatically switches the heating element on or off to maintain the set temperature. Okay, ഇതൊരു ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് സ്വിച്ച് ഓഫ് ആൻഡ് സ്വിച്ച് ഓൺ ചെയ്യുന്ന ഒരു thermostatic temperature control system ആണ്. So parts, ഏതൊക്കെ പാർട്സ് ഉണ്ട് ഇൻക്യുബേറ്ററിന് നോക്കാം. There will be an outer cabinet, inner chamber, heating element, thermostat, temperature sensor, shelves, door with gasket, display or control panel. Image just ഒന്ന് ഗൂഗിൾ ചെയ്യുക, അതിന്റെ പാർട്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. Then temperature range, എത്രയായിരിക്കും ഇൻക്യുബേറ്ററിലെ ടെമ്പറേച്ചർ റേഞ്ച്? Usually 25 degrees Celsius to 60 degrees Celsius. And most bacteriological incubators operates at 37 degrees Celsius. What are the uses of incubators? നമ്മൾ ഒരു എക്യുപ്മെന്റ് നോക്കുകയാണ്, അപ്പൊ അതിന്റെ യൂസേജസ് എന്താണ്, നമ്മൾ അതിന്റെ എലമെന്റ്സും എന്താ അതിന്റെ ഉപയോഗം എന്നൊക്കെ പഠിച്ചു. ഇനി ഇതിന്റെ അടുത്ത യൂസേജസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ബാക്ടീരിയൽ കൾച്ചർ ചെയ്യാനാണ്, അതേപോലെ ഫംഗൽ കൾച്ചറിങ്, ഇൻക്യുബേഷൻ ഓഫ് കൾച്ചറൽ പ്ലേറ്റ്സ്, ദെൻ ബയോകെമിക്കൽ ടെസ്റ്റ്, cell structure, specialized carbon dioxide incubators in the cell structure, cell culture. So advantages we have already discussed, that maintains constant temperature, automatically switch on and switch off out, that promotes microbial growth, and that is very easy to operate. And we have to take care of some precautions. Yeah, there are monitor temperature regularly, avoid opening the door frequently, clean and disinfect periodically, do not overload the shells. So standard incubation temperature for most pathogenic bacteria is 37 degrees Celsius. It's an important point. Just to note here. Standard incubation temperature for most pathogenic bacteria is 37 degrees Celsius. Question mark. Next instrument, next equipment is centrifuge. Centrifuge. So a centrifuge is an instrument used to separate substance of different density by centrifugal force. Centrifugal force use ചെയ്ത ഒരു സബ്സ്റ്റൻസിന് രണ്ട് ഡെൻസിറ്റി അനുസരിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ,
which works on the principle when rotated at high speed. ഇതിനുള്ള സ്പീഡിൽ കറക്കുകയാണല്ലേ, ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ denser particles move outward to the bottom of the tube while the lighter components remain on the top. So this is the basic principle works inside a centrifuge. What are the main parts? Will be a rotor, motor lid with a safety lock, control panel, speed regulator and timer. Clinical centrifuge നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതിലാണ്, routine laboratories-ലാണ്. Next one is refrigerated centrifuge. Refrigerated centrifuge use ചെയ്യുന്നത് that maintains low temperature for heat sensitive samples. Next, high speed centrifuge. Third one, high speed centrifuge. Fourth one, ultra centrifuge. Ultra centrifuge എന്ന് പറയുമ്പോൾ it's very high speed for research uses ന് വേണ്ടിയിട്ടാണ്. That separates serum, separate plasma, urine sediment examination, cell separation, DNA or RNA preparation in advanced labs. Next, അതിന്റെ advantages ഏതൊക്കെയാണ്? Rapid separation, so it will be the high speed and will get accurate result. That's also time saving. What are the precautions? So balance tubes equally, close the lid before starting it, do not open until it stops completely because aerosol form ചെയ്യാനായിട്ട് അവിടെ chances കൂടുതലാണ്. Then clean after spills, inspect rotor regularly. Common problems ഏതൊക്കെ ഉണ്ടാവുന്ന, vibration ഉണ്ടായിരിക്കാം, so അവിടെ unbalanced tubes വരാൻ സാധ്യതയുണ്ട്, so you should balance tubes equally. Noise വരാം, so rotor or bearing problem, അത്രയും കാര്യങ്ങൾ common ആയിട്ട് വരുന്ന problems ആണ്. So centrifuge works on centrifugal force. ചിലപ്പോൾ ഇത് ചോദിക്കാം, എന്തിന്റെ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്? Centrifugal ഫോഴ്സിന്റെ ബേസിസിലാണ്. ഓക്കെ, ഡെൻസിറ്റി അനുസരിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. Next one is semi-auto analyzer. Semi-auto analyzer. So a semi-auto analyzer is a laboratory instrument used to measure biochemical parameters in blood, serum, plasma, urine and other body fluids. എന്താണ് സെമി ഓട്ടോ അനലൈസർ എന്ന് നോക്കുക. അതിന്റെ എന്ത് പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്? ദാറ്റ്സ് എ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്, ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ബയോകെമിക്കൽ പാരാമീറ്റേഴ്സ്, ബ്ലഡ്, സീറം, പ്ലാസ്മ, യൂറിനൊക്കെയുള്ള ബയോകെമിക്കൽ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ colorimetry and photometry, measuring the amount of light absorbed by a colored solution. ഇതാണ് അതിന്റെ ബാക്കിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മെയിൻ പാർട്സ് ഏതൊക്കെയാണ്? There will be a light source filter, sample holder or cuvette, detector, display and a keyboard. So parameters measured, എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ്? ബ്ലഡിലെ ഗ്ലൂക്കോസ് മെഷർ ചെയ്യും, യൂറിയ, ക്രിയാറ്റിൻ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ആക്യുറേറ്റ് അളവ് കിട്ടുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നത്? കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, ബിൽറൂബിന്റെ അളവ്, liver enzymes, AST/ALT test, total protein. So what are the advantages of the semi-auto analyzer? That's faster than manual methods, where it will be more accurate, less human error, economical for small laboratories. And lower throughput than fully automated analyzers. So low throughput in the sense എത്ര amount of sample collection at a particular time എന്നുള്ളതാണ്. അത് കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. Then what are the precautions we need to take? So calibrate regularly, use clean cuvettes, avoid air bubbles, use quality control samples and switch off properly after use. Next, semi-auto analyzers mainly perform biochemical investigations. Next, colorimeter. Definition നോക്കാം. Measures the concentration of colored substances by measuring light absorption. That works on the principle Beer-Lambert law. Beer-Lambert law എന്ന് പറയുന്നത്, the amount of light absorbed is directly proportional to the concentration of the colored solution. Components ഏതൊക്കെയാന്ന് നോക്കാം. കളറിമീറ്ററിന്റെ ലൈറ്റ് സോഴ്സ്, ഫിൽറ്റർ, cuvette, detector, display. What are the uses? Blood glucose estimation, hemoglobin estimation. So blood HB level ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യപ്പോൾ അതിനെ കളർ ബേസ്ഡ് ആണ്. എത്ര ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പറഞ്ഞാൽ അതിന് ഈക്വൽ ആയിരിക്കുന്നതാണ് അർത്ഥം. എത്ര എമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർബ് ചെയ്തോ അത്രയും കോൺസെൻട്രേഷൻ ഓഫ് ദ കളർ സൊല്യൂഷൻ വിൽ ബി. Then protein estimation, biochemical assays. Next, advantages എന്തൊക്കെയാണ്? It's very simple, affordable, easy to separate, and it also has some limitations. എന്തൊക്കെയാണ്? The chances of getting less accurate than spectrophotometers, then only suitable for colored solutions. കളർ ഉണ്ടെങ്കിൽ അതിന്റെ ലൈറ്റ് ഓഫ് എമൗണ്ട് അബ്സോർബ് ചെയ്യുന്ന നമുക്ക് അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. സോ കളർ ഇല്ലാത്ത സൊല്യൂഷൻ ഇത് അപ്ലിക്കബിൾ ആവില്ല. പ്രിക്കോഷൻസ് എടുക്കാൻ എന്തൊക്കെയാണ്? യൂസ് ക്ലീൻ ക്യുവറ്റ്സ്, റിമൂവ് ഫിംഗർ പ്രിന്റ്സ് ഫ്രം ക്യുവറ്റ്സ്, യൂസ് ദ കറക്റ്റ് ഫിൽറ്റർ, ബ്ലാങ്ക് ദി ഇൻസ്ട്രുമെന്റ് ബിഫോർ ടെസ്റ്റിംഗ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം.
So colorimeter works on Beer-Lambert law. Beer-Lambert law base ചെയ്തിട്ടാണ് അതിന്റെ principle കൂടി പഠിച്ചു വെക്കാം. Fifth one is micropipette. What is micropipette? That's a precision instrument used to measure and transfer very small volumes of liquid accurately, usually in microliters. And it works on the principle, works using an air displacement mechanism to aspirate and dispense a precise volume. Okay, so small volumes of liquid measure ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. And types നോക്കാം. Fixed volume വരുന്നുണ്ട്. That delivers only one preset volume. Variable volumes can be adjusted. Then common sizes ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൈക്രോ പിപ്പറ്റും അതിന്റെ വോളിയം റേഞ്ചും ആണ് വരുന്നത്. സോ P2 ആണെങ്കിൽ എത്ര വോളിയം റേഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റും? 0.2 to 2 microliters. P10. So you can just go through this range of it. Next വരുന്ന parts ഏതൊക്കെയാണ്? Plunger, tip ejector, volume adjustment door, digital display, shaft and disposable tip. Usages എന്തൊക്കെയാണ്? ELISA test, PCR, biochemistry, microbiology, molecular biology test ഒക്കെ യൂസ് ചെയ്യാം. Then advantages, that's highly accurate, precise and easy to use. Precautions, use the correct tip, hold vertically while aspirating, change tips between samples, avoid touching the tip, calibrate periodically. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അതുപോലെ micropipettes measures liquid in microliters. ഇത് one word വരാവുന്നതാണ്, പഠിച്ചിരിക്കാം. Then hot air oven, sixth one. So a hot air oven is used for dry heat sterilization. So that works on the principle. നമ്മൾ കൂടുതൽ equipment ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലാബിൽ. A hot air oven that kills microorganisms by oxidation using hot dry air. Standard conditions, okay, എത്ര വരെ temperature യൂസ് ചെയ്യുന്നുണ്ട് അതിന്? 160 degrees Celsius for 2 hours or 170 degrees Celsius for 1 hour. So depending on the protocol. Used for glass waste, metal instrument sterilization, powders, oils. And it's not suitable for culture media, plastic items and for rubber. Seventh equipment is autoclave. An autoclave sterilizes using steam under pressure, where moist heat coagulates microbial proteins, killing microorganisms including spores. Standard conditions, PSC കൂടുതൽ ചോദിക്കുന്നതാണ്. 121 degrees Celsius ആണ്, പലതിനും degree Celsius ഞാൻ പറഞ്ഞു. Then 15 psi pressure, 15 to 20 minutes time എടുക്കും. Used for culture media, surgical instruments, laboratory waste and for dressings. And some precautions that we need to take: do not overload it, the autoclave, and ensure adequate water level in the as it works on moist. Open only after pressure reaches zero. Next equipment is microscope, an optical instrument used to magnify very small objects invisible to the naked eye. Microscope, we all know what will be the apparatus, what are components in the. So simple microscope is the compound microscope, stereo microscope, fluorescence microscope, electron microscope. രണ്ട് different types വരുന്നതാണ് ലാബിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴൊക്കെ റെക്കോർഡിൽ വരച്ചിട്ടുണ്ടല്ലോ, ഐ പീസ് ഉണ്ടാവും, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ്, കണ്ടൻസർ, മിറർ ഓർ ലൈറ്റ് സോഴ്സ്. So just do a research about the image and try to analyze which all parts are the coarse adjustment, fine adjustment. അപ്പോൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? For blood smear examination, urine sediments, stool parasites, bacteria, histopathology. Ninth one is water bath. So that maintains samples at a constant temperature using heated water. Used for incubating samples, enzyme reactions, reagent warming. Next is refrigerator. So 2 to 8 degrees Celsius store. So storing for reagents, vaccines, serum samples and also controls. Next to another deep freezer at -20 degrees Celsius or -80 degrees Celsius is ultra low. Having a long storage system for using serum, storing serum, plasma, DNA, RNA. ഇത്രയും കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനാണ് ഡീപ് ഫ്രീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓൾസോ വൈറൽ സാമ്പിൾസ്. 12th one is pH meter. എന്താണ് pH meter? That measures hydrogen ion concentration to determine pH. നമ്മൾ പറഞ്ഞു pH നമ്മൾ നോക്കുന്നത് ഇപ്പം ആസിഡ് ആയാലും ആൽക്കലി ആയാലും pH ലെവൽ ഗ്രേറ്റർ ആണോ ലോവർ ആണോ നോക്കുന്നത് അതിന്റെ ഹൈഡ്രജൻ അയൺസിന്റെ പ്രസൻസ് കാരണമാണ്. ഓക്കെ.
and that uses based on buffer preparation, water testing, culture media preparation. അടുത്ത് വരുന്നതാണ് analytical balance. So that measures very small masses with high precision. The word we use for preparing reagents, then chemical analysis as well. Precautions: keep level, avoid vibrations, keep it clean, and do not overload it. അടുത്ത് വരുന്നതാണ് vortex mixer. Vortex mixer is used for rapid mixing of liquids in test tube. ടെസ്റ്റ് ട്യൂബിലെ ലിക്വിഡ്സ് പെട്ടെന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, മിക്സ് ചെയ്യാനായിട്ട്. Like for mixing examples are mixing reagents, resistant pellets, and prepare samples, magnetic stirrer, and uses a rotating magnetic field to mix liquids uniformly. So general maintenance of laboratory instruments എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. So clean after FT use, follow SOPs, perform regular calibration, keep maintenance record of it, avoid overloading the equipment, switch off after use, cover instruments to protect from dust, service periodically. So these are some കാണാപ്പാഠം പഠിക്കേണ്ട കാര്യങ്ങൾ, but what are the precautions that we need to check? Next are some safety precautions. You can just go through it. Next is calibration. Calibration is the process of checking and adjusting an instrument to ensure accurate measurement using known standards. Calibration എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ഒരു ഇൻസ്ട്രുമെന്റിന് കറക്റ്റ് അളവ് കിട്ടാനായിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. വാട്ട്സ് ഇമ്പോർട്ടൻസ് ഓഫ് ഇറ്റ്? അത് ആക്യുറസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. Then it ensures reliability, reduces errors, also meets quality standards. Next, QC, laboratory instrument quality check. പറയുമ്പോൾ എന്തായിരിക്കും? പ്രിസൈസ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം അതിലെ റിസൾട്ട്. അതേപോലെ തന്നെ റിലയബിൾ റിസൾട്ട് നമുക്ക് കിട്ടും. Methods include running control samples, calibration, preventive maintenance, internal and external quality assurance. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ടോപ്പിക് മോഡ്യൂൾ 1-ലെ സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക് ആണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. Distillation and deionization apparatus and its use. So water is one of the most important reagents in clinical laboratory. So ordinary tap water ൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഡിസോൾവ്ഡ് ആയിട്ടുള്ള സോൾട്ട്സ് ഉണ്ടാവാം, മിനറൽസ് ഉണ്ടാവാം, ഹെവി മെറ്റൽസ്, ഓർഗാനിക് മാറ്റർ, മൈക്രോ ഓർഗാനിസം, ക്ലോറിൻ ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ്. ഇത്രയും കാര്യങ്ങൾ ഒരു നോർമൽ ടാപ്പ് വാട്ടറിൽ ഉണ്ടായിരിക്കും. So these impurities can interfere with laboratory tests. Therefore, laboratories use purified water obtained through distillation or deionization. ആ ഒരു വാട്ടർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, കാരണം ബാക്കി ബാക്ടീരിയാസും മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ടിനെ അത് ബാധിക്കും. So laboratory water എന്ന് പറയുമ്പോൾ that water is purified to remove impurities that may affect laboratory test. So types ഏതൊക്കെ യൂസ് ചെയ്യാം? tap water, distilled water, deionized water, then double distilled water, reverse osmosis water, ultra pure water that is used in molecular biology and HPLC. Next, what is distillation? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് എന്താണ് ഡിസ്റ്റിലേഷൻ ഉള്ളത്. That's a process of obtaining purified water by boiling water, then converting it to steam. Okay, ആ സ്റ്റീമിൽ വരുന്നത് ആവിയായിട്ട് വരുന്നതാണ് കളക്ട് ചെയ്യുന്നത്. Then condensing the steam back to liquid. Okay, so that will be purified. So it works on the basic principle that of evaporation, and then it is condensed to form liquid. So water is heated until it boils. അതിന്റെ പ്രൊസീജിയർ ആണ് എങ്ങനെയാണ് നടക്കുന്നത്. അപ്പം സ്റ്റീം അറൈസ് ചെയ്യും, leaving most impurities behind. Or steam is cooled in a condenser and that's stored. So pure distilled water is collected. Distillation apparatus ൽ എന്തൊക്കെ വരാം? A distillation apparatus equipment used to prepare distilled water by evaporation and condensation. Here are the parts of distillation apparatus. You can just go through it. And also research about the image of a distillation apparatus. So you'll get to know. So we can check the working of distillation apparatus. First step is to like water is poured into the boiler. Then heating element boils the water. Next, the steam arises. Steam enters the condenser. Then it cools down. So the steam condensed into distilled water. Last one, distilled water is collected in a clean container. What are the uses of distilled water? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ടാപ്പ് വാട്ടറിൽ പലതരം മിനറൽസും മൈക്രോ ഓർഗാനിസും എല്ലാ ഇംപ്യൂരിറ്റീസും ഉണ്ട്. അതിനൊക്കെ ലീവ് ചെയ്ത് ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു വാട്ടർ കിട്ടുക എന്നുള്ളതാണ് ഫോർ ആക്യുറേറ്റ് ലബോറട്ടറി ടെസ്റ്റ്. സോ യാ,
They will be helpful for preparation of laboratory reagents, preparation of steams, preparation of buffers, washing laboratory glasswares, biochemical analysis, microbiology media preparation, and for histopathology as well. And then instrument cleaning. What are the advantages of distillation? That removes dissolved salts, microorganisms, suspended particles, produces highly purified water, and it's a reliable method. What are the disadvantages? It is expensive and it's a slow process. നമുക്ക് അത് സ്റ്റീം അറൈസ് ചെയ്ത് അതായി പിന്നെ അതിനെ കണ്ടൻസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വേണം അതിനെ കളക്ട് ചെയ്യാനായിട്ട്. സോ ഇറ്റ്സ് എ ടൈം ടേക്കിംഗ് പ്രോസസ് ആൻഡ് ഹൈ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഇസ് there. And the regular maintenance is required. That does not completely remove some volatile impurities unless specifically designed. അപ്പോൾ എത്രയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് വരുന്നത്? ചിലപ്പോൾ ചോദിക്കും ഡിസ്റ്റിലേഷന്റെ ഡിസഡ്വാൻറ്റേജസ് ഇതിൽ പെടുന്നത് ഏതൊക്കെയാണെന്നൊക്കെ കൊണ്ട് ചോദിക്കാം. Next, maintenance of distillation apparatus. So you should clean it regularly, remove scale deposits, check heating element, clean condenser, use clean feed water, replace damaged parts, and safety precautions. Never operate without water, avoid touching the hot surfaces, and ensure electrical safety as it works on the base of electricity. Allow apparatus to cool before cleaning it. Clean periodically to prevent scaling. Next one, നമ്മൾ distillation പറഞ്ഞു. അടുത്താണ് deionization. അതിൽ ഹൈഡ്രോജൻ അയൺസിന്റെ പ്രസൻസ് നോക്കിയിട്ടാണ്. Okay, so deionization or DI is the process of removing dissolved mineral ions from water using ion exchange resins. Ion exchange resins യൂസ് ചെയ്തിട്ട് അതിലെ അയൺസിനെ സബ്സ്റ്റൻസിലെ മിനറൽ അയൺസിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെക്കാം. Deionization works on the principle of ion exchange resins. So the ion exchange resins can replace positive ions in calcium, magnesium with hydrogen ions. അത് കട്ട് ചെയ്യാം. The ion exchange resins replace positive ions. These are the examples. So positive ions with H plus ions. And also negative ions with OH negative ions. So we'll be getting purified water. Next, deionization apparatus എന്തൊക്കെ ഉണ്ടായിരിക്കാം? A deionized is an instrument that removes dissolved ions from water by passing it through ion exchange resins. There will be a water inlet, you can just go through it. Cation exchange resin column, anion exchange resin column, mixed bed resin in some systems. Outlet, conductivity meter, and a storage tank. There are some types of ion exchange resins. Cation exchange resins are in that removes positive ions. Calcium, magnesium, sodium, potassium. Replay to H positive. Anions exchange resins. Chloride, sulfide, nitrate, bicarbonate. Replaces with OH. Next, how the deionizer works. Water renders the cation resin. Positive ions are removed. Then water renders the anion resin. Negative ions are removed. Pure deionized water is collected. Then what are the uses of deionized water? For biochemistry laboratories, preparation of reagents, buffer preparation. Instrument washing, glassware washing, clinical chemistry, research laboratories. ഇനി എന്തൊക്കെയാണ് advantages of deionization? അതൊരു ഫാസ്റ്റ് പ്രോസസ്സാണ്, economical and also removes dissolved salts effectively. No heating is required and low energy consumption. കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് deionization. ഇനി ഇതിനും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. That does not remove bacteria effectively and does not remove viruses completely. We cannot assure it. And do not remove organic impurities efficiently. Resins require periodic regeneration or replacement. These are the disadvantages of deionization. Next, what's regeneration of ion exchange resin? So after repeated use, resins become exhausted. നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇനി cation resist regenerated using dilute hydrochloric acid or sulfuric acid. Where anion resins എങ്ങനെയാണ് നമ്മൾ റീജനറേറ്റ് ചെയ്യുക? By using sodium hydroxide. What about the maintenance of deionization? You should replace exhausted resins. അത് റീപ്ലേസ് ചെയ്യണം പ്രോപ്പറായിട്ട്. Clean columns regularly. Check water quality. Monitor conductivity.
and prevent bacterial contamination from this. And some of the safety precautions. Handle acids and alkalis carefully during regeneration. You should wear PP kit, keep the apparatus clean, and follow manufacturer's instructions and check for leaks. So, ഞാനൊരു ടേബിൾ ആയിട്ട് കൊടുത്തു എന്ന് മാത്രം. You can just go through it. Features, അപ്പോൾ ഡിസ്റ്റിലേഷനിൽ ഡിയനൈസേഷനിൽ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ പ്രോസസ്സാണ്, എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ആദ്യം പറയുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പോസ് ചെയ്ത് വായിക്കാം. ഞാൻ ജസ്റ്റ് ടേബിൾ ആയിട്ടൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓരോന്ന് നടക്കുന്ന പ്രിൻസിപ്പിൾ എന്താണ്, എന്തൊക്കെ റിമൂവ് ചെയ്യുന്നു, എന്തൊക്കെ പോരായ്മകളുള്ള ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് അഗെയിൻ ഹീറ്റിംഗ് വേണോ, മെയിൻ പ്രൊഡക്റ്റ് എന്താണ് കിട്ടുന്നത്, സോ കോസ്റ്റ് എഫക്റ്റീവ്, സ്പീഡ്, ഇലക്ട്രിസിറ്റി കൺസംഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെറിയൊരു കമ്പാരിസൺ ടേബിൾ ആണ് among distilled water and deionized water. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ്. Next, applications in clinical laboratory. So first one, distilled water ആണ്. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? Reagent preparation for culture media, histopathology, washing glasswares, instrument cleaning. Deionized water എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? നമ്മളൊന്നുകൂടി റിവൈസ് ചെയ്യണം. ബയോകെമിസ്ട്രി, ബഫർ പ്രിപ്പറേഷൻ, ഇൻസ്ട്രുമെന്റ് റിൻസിങ്, ക്ലിനിക്കൽ കെമിസ്ട്രി ആൻഡ് ഗ്ലാസ്വെയർ വാഷിംഗ്. നെക്സ്റ്റ്, ലബോറട്ടറി വാട്ടർ ക്വാളിറ്റിനെ പറ്റി നമുക്ക് ചോദ്യം ചോദിച്ചാൽ ഹൈ ക്വാളിറ്റി ലബോറട്ടറി വാട്ടർ ഷുഡ് ബി എന്തൊക്കെ കണ്ടീഷൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും? It will be clear, colorless, odorless, free from microorganisms. ഒരു ടാപ്പ് വാട്ടർ പോലെയാണോ നമ്മുടെ ലബോറട്ടറി വാട്ടർ വേണ്ടത്? അല്ല. And it should be free from dissolved salts, free from suspended particles, and chemically pure for the intended test. അല്ലെങ്കിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ലാബ് റിപ്പോർട്ട് കിട്ടില്ല. Next are some common laboratory problems due to impure water. ഇൻകറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. സ്റ്റെയിൻ precipitation ഉണ്ടായിരിക്കും, പല സോൾട്ടും അതിൽ ആഡ് ആയിട്ടുണ്ടായിരിക്കും, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. It also causes damage to the instrument, chemical interference will be there, and microbial contamination, poor culture growth, reduced reagent stability. Okay, so ഇതൊരു ജിസ്റ്റ് ആണ്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിന്റെ ഷോർട്ട് പോയിന്റ്സ് ആണ്. അപ്പം പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. പഠിച്ചത് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോകാം. ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? ഇവാപറേഷൻ, കണ്ടൻസേഷൻ. സോ again you can just go through it. We have already discussed the points. അത് ഷോർട്ട് ആക്കി കൊടുത്തു എന്ന് മാത്രം, പഠിക്കാൻ എളുപ്പത്തിന്. എന്തെങ്കിലും ഒരു നെമോണിക്സ് വെച്ചത് പഠിച്ചു വെക്കാം. Okay. Next, the last topic in module 1. ഈ ഒരു ടോപ്പിക്കോടുകൂടി നമ്മുടെ module 1 കംപ്ലീറ്റ് ആവാണ്. സോ ലാസ്റ്റ് വരുന്നതാണ് ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം. A laboratory management system is the set of policies, procedures, personnel, equipment, and quality processes used to manage laboratory operations efficiently and safely. അതിനാണ് ഏതൊരു കമ്പനി അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനം പ്രവർത്തിക്കാൻ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ലബോറട്ടറി മാനേജ് ചെയ്യാനും ഇതുപോലത്തെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? Ensure accurate and reliable test results, improves efficiency and productivity, and maintain patient safety. Also prevent laboratory errors. Components of laboratory management system. Organization. First one, laboratory hierarchy. Define responsibility for each qualified personnel. Standard operating procedures or SOPs to follow. Next വരുന്നതാണ് personal management. അതിൽ വരുന്ന recruitment, competency assessment, continuing education and performance evaluation. Next are some PhD important points.
Every equipment should have maintenance logbook, calibration records, and service history. അതിന്റെ എക്സ്പയറിംഗ് കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ്. Then about inventory management. Laboratory management സിസ്റ്റത്തിൽ വരുന്നതാണ് inventories. ഇതിൽ ഏതൊക്കെ ഉണ്ടാവാം? Chemicals, glass waste, reagents, and consumables. And kits including like inventory methods should be in FIFO, which means first in, first out. Again, FEFO, first expired, first out. അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. FIFO, FEFO എന്തിൻ്റെയൊക്കെ abbreviations ആണ്. Last one is specimen management, where that includes patient identification, sample collection, proper labeling, transportation, storage, and processing of the specimen. പിന്നെ വരുന്ന അക്രഡിറ്റേഷൻ ആണ്. ഇപ്പോൾ കോളേജസിനുള്ള അക്രഡിറ്റേഷൻ പോലെ തന്നെ ലബോറട്ടറീസിനുണ്ട്. സോ ഇമ്പോർട്ടൻറ്റ് ലബോറട്ടറി സ്റ്റാൻഡേർഡ് ഇൻക്ലൂഡ് ISO 15189 for medical laboratories, requirements for quality and competence, and National Accreditation Board for Testing and Calibration Laboratories, NABL. അതും പഠിച്ചു വയ്ക്കാം. Accredits medical laboratories in India based on ISO 15189. So thank you all for watching this video. ഇതിൽ നമ്മുടെ module 1 complete ആവുകയാണ്. നെക്സ്റ്റ് സെഷനിൽ module 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു, ബൈ.